മഴയ്ക്ക് അല്പം ശമനം വന്നതോടെ കോട്ടയവും ആശ്വാസത്തിലാണ്. പാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് മുന്നറിയിപ്പ് നിരക്കിന് താഴേക്ക് വെള്ളം ഇറങ്ങിയിരുന്നു. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. എന്തായാലും കോട്ടയത്ത് ഒരല്പം ആശ്വാസമാണ്. ഇന്ന് രാവിലെയും കനത്ത മഴ പെയ്തു. പക്ഷേ ആ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരിക്കുന്നു. പിന്നീട് ഏതാണ്ടൊരു 11:30-ക്ക് ശേഷം വെയിൽ തെളിയുന്ന സാഹചര്യമാണ്. കിഴക്കൻ മേഖലയിലും സമാനമാണ് സാഹചര്യമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐമനത്താണ്. ഐമനം പഞ്ചായത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളാണ്. കല്ലുങ്കത്ര പള്ളി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ടാണ്. ഇവിടെ ഈ കുറച്ച് ദിവസം കൂടി റോഡിൽ നിന്നൊക്കെ ഒരുപക്ഷെ പെട്ടെന്ന് വെള്ളം ഇറങ്ങിയേക്കാം. തൊട്ടടുത്ത് തോടുണ്ട്. ചേട്ടാ, വെള്ളം ഇറങ്ങാൻ തുടങ്ങി. എന്താ അവസ്ഥ വീടുകളിൽ? പക്ഷേ കുറച്ച് ദിവസം വീടുകളെല്ലാം കട്ടപ്പുറത്തൊക്കെ ഇപ്പം വെച്ചിരിക്കുക. സിമെന്റ് കട്ടയുടെയൊക്കെ പുറത്ത് ഫ്രിഡ്ജ്, മെത്തേക്കാന കട്ടിലുകളെല്ലാം വെച്ചിരിക്കുക. കുറച്ച് ദിവസം കൂടെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? കുറച്ച് ദിവസം ഒരു 3-4 ദിവസം പിടിക്കും. താഴെ കിഴക്കത്തെ പാലായിലൊക്കെ വെള്ളം ഇങ്ങോട്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് അവിടെ ഇരുത്തുമ്പോഴേക്കും ഇവിടെ വെള്ളം കൂടിക്കൊണ്ടിരിക്കും. കുറയുന്ന പ്രതീക്ഷയിരിക്കുന്നു. എന്തായാലും അതാണ് അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഈ അത്രയും താഴ്ന്ന പ്രദേശങ്ങളാണ്. ഒരുപക്ഷെ കോട്ടയത്തിൻ്റെ കിഴക്ക് നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇങ്ങ് താഴെ ഇവിടെ വരെയൊക്കെ എപ്പോഴും ഇവിടുന്ന് പിന്നെ കായലിലേക്കാണ് മാറേണ്ടത്. അത് മാറാനൊരു താമസം ഉണ്ടാകാറുണ്ട്. തൊട്ടപ്പുറത്ത് തോടാണ് ഉള്ളത്. ആ തോട്ടിൽ നിന്നാണ് പുത്തൻതോട്. അവിടെ നിന്നാണ് വെള്ളം ഇവിടേക്ക് കയറുന്നത്. ഇത് ഐമനത്തെ മാത്രം കാഴ്ചയല്ല, കുമരകം, തിരുവാർപ്പ്, ആർപ്പൂക്കര പഞ്ചായത്തുകളുടെ ചില പ്രദേശം, അങ്ങനെ ഏതാണ്ട് അത്തരം മേഖലകളിലെല്ലാം തന്നെ സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ. പക്ഷേ ഇന്നലെയും ഈ കഴിഞ്ഞ രാത്രി മുതലും മഴയുണ്ടായിരുന്നു. തീക്കോയിലൊക്കെ 60 മില്ലിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യമാണ്. പക്ഷേ വെള്ളം ഇറങ്ങി. പാലയിലൊക്കെ മുന്നറിയിപ്പ് നിരപ്പിന് താഴേക്ക് വന്നു. ഈ കോട്ടയത്തിൻ്റെ തൊട്ട് കിഴക്ക് ഇന്നലെയൊക്കെ നമ്മൾ ലൈവ് ചെയ്ത പേരൂരും അങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ അപകട നിലയിൽ നിന്ന് താഴോട്ട് വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഇതൊരു പൊതുവിതരണ കേന്ദ്രമാണ് സർക്കാരിൻ്റെ. ഇത്തരം കേന്ദ്രങ്ങളിലൊക്കെയും ഇതാണൊരു പ്രതിസന്ധി ഉള്ളത്. ഈ പടിഞ്ഞാറൻ മേഖല, അവിടെ ജനജീവിതം സ്വാഭാവിക നിലയിലാക്കാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. തൊട്ടടുത്തുള്ള പാടവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കായലിലേക്ക് വെള്ളം വലിയണം, അവിടെ നിന്ന് കടലിലേക്കൊക്കെ പോകണം. അതിനുള്ള ഒരു സമയം എടുക്കും. റോഡിൽ നിന്നൊക്കെ വെള്ളം മാറും. പക്ഷേ വീടുകളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ 2-3 ദിവസം കൂടെയെങ്കിലും വെള്ളം തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും കോട്ടയത്തെ സംബന്ധിച്ച് മഴ കുറഞ്ഞു എന്നുള്ളതൊരു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.